Good afternoon. Good afternoon, ma'am. Class start ആയോ? Good afternoon, ma'am. Good afternoon, ma'am. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഇപ്പം മിസ്സിംഗ് കാരണം ഒരു 2-3 മിനിറ്റ്സ് ലേറ്റ് ആയാൽ പോലും നിങ്ങൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്തോട്ടോ. ഓക്കെ, പ്രയർ പറഞ്ഞോട്ടോ. പ്രയർ പറയോ? കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഓക്കെ, പറഞ്ഞോട്ടോ. അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിയും സ്ഫുരണമായി നിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും തിരുകോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാരസൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ എന്നും വിവിധങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ് വിളയാടി കാണാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാദി നായക തവ തീരു മുമ്പിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാദി തൃഷ്ണകളാകവേ നീക്കി സമതയും ശാന്തിയും ക്ഷേമവും ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമെപ്പേരുമാനന്ദം തേടി വിജയിക്കാൻ നിൻ തിരുനാമങ്ങൾ പാടി അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി നിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. Signing thought of the day. Okay. Signing thought of the day ഇല്ലേ? ഞാൻ പറയാം. Good afternoon, ma'am. Good afternoon, ma'am, and my dear friends. Myself, Ramya Thomas. Thank you for joining today's class. First of all, I welcome our teacher, Aparna ma'am. Ma'am, welcome to today's class section. And welcome, my dear friends. Have a nice day. Thank you. Good afternoon, ma'am. Thought of the day പറയാം. Good afternoon, ma'am. I am Danya. Thought for the day. Confidence and hard work are the best medicine to kill the disease called failure. It will make you a successful person. Dr. APJ Abdul Kalam. ആത്മവിശ്വാസവും കഠിനാധ്വാനവും പരാജയം എന്ന രോഗത്തെ ഇല്ലായ്മപ്പെടുത്തുന്ന മികച്ച മരുന്നുകളാണ്. അതാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുക. താങ്ക് യു മാം. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തേ ഓർമ്മയുണ്ടോ? മാം സെമിനാർ ഉണ്ടായി മാം സാഡ് അത് ലാസ്റ്റ് കേൾക്കട്ടോ മാം. ഓക്കെ അൻകിത, ലാസ്റ്റ് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടാ ലാസ്റ്റ് ആകുമ്പോ കേൾക്കാം മാം. ഓക്കേടാ. ആൻഡ് ലാസ്റ്റ് ക്ലാസ് മാം ഹയറാർക്കി ഓഫ് നീഡ്സ് പിന്നെ അതിന്റെ പിരമിഡിനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായിട്ട് അൻകിത, നമ്മള് നെക്സ്റ്റ് പാർട്ടിലേക്ക് മൂവ് ആയോ? ഇല്ല മാം, അത് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് അത് മാത്രമേ അതിന്റെ പിരമിഡ് അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. ദ നീഡ്സ് ഓഫ് കോൺസെപ്റ്റ് അത് ചെയ്യാനുണ്ട് മാം. നീഡ്സ് കൺസെപ്റ്റും കൂടി ഉണ്ട്. ഓക്കേടാ. അപ്പോ 1 മിനിറ്റ് ഞാനത് ഷെയർ ചെയ്യാം. നീഡ് കൺസെപ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ ഞാൻ ലാസ്റ്റ് ക്ലാസ്സില്? ഇല്ല, അത് തുടങ്ങിയിട്ടില്ല. നീഡ് കൺസെപ്റ്റ് തുടങ്ങാനുണ്ട് എടുക്കാനുണ്ട് അല്ലെ? ഓക്കെ.
അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ നീഡ് കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. ഷെയർ ചെയ്തില്ല അല്ലെ ഇമേജ്? 1 മിനിറ്റ്. ഓക്കെ, നീഡ് കൺസെപ്റ്റ് നോക്കാം കേട്ടോ. ഓക്കെ കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കാം. നീഡ് കൺസെപ്റ്റ് ആണ്. നമ്മള് നീഡ് കൺസെപ്റ്റില് ആദ്യം പറയുന്നത് എന്താണ്, നമ്മുടെ ഡിറൈവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നീഡ്സ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ആഗ്രഹങ്ങളാണ് അല്ലെ നമ്മുടെ നീഡ്സ് ആയിട്ട് മാറുന്നത്. ഒരുപാട് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് നീഡ്സിന് റിലേറ്റഡ് ആയിട്ട്. ഹ്യൂമൻ ബീങ്സിലും അതേപോലെ അനിമൽസിലും ഒരുപാട് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കോമൺ ആയിട്ട് 2 വ്യക്തികളെ കുറിച്ചിട്ട് 2 നീഡ് തിയറീസ് ആണ്. 2 വ്യക്തികളുടെ നീഡ് തിയറീസ് നമ്മൾ കോമൺ ആയിട്ട് റെഫർ ചെയ്യുന്നത്. ഒന്ന് ഹെൻറി മുറേമാണ്, ഒന്ന് എബ്രഹാം മാസ്ലോയുടെയാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എബ്രഹാം മാസ്ലോയുടെ നീഡ് ഓഫ് ഹയറാർക്കി നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തോ, എഴുതിയൊക്കെ എടുത്തോ? ഞാനൊരു ഇമേജ് കാണിച്ചിട്ട് അത് എഴുതിയൊക്കെ എടുത്തോ? മാം അവർ ഓത്തറിന്റെ പേരൊന്ന് ടെക്സ്റ്റ് ആക്കിയിട്ട് ഇടാമോ മാം? ഹയറാർക്കിയുടെ എബ്രഹാം മാസോൺ അവരാ? എബ്രഹാം മാസ്ലോ. ഓക്കെ, അപ്പൊ നീഡ് കൺസെപ്റ്റ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് ഡിറൈവ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് നീഡ്. കൺസെപ്റ്റ് ഓഫ് ഡിറൈവ്സ് ആണ് കൺസെപ്റ്റ് ഓഫ് നീഡ് ആയിട്ട്. അത് രണ്ടും തമ്മിൽ നല്ല ക്ലോസ്ലി കണക്ഷൻ ഉണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ ആവശ്യങ്ങളായിട്ട് മാറുന്നത്. സെവറൽ എക്സ്പെരിമെന്റ്സ് ഓൺ അനിമൽസ് ഹാവ് ബീൻ ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് നീഡ്സ് ആർ കണക്റ്റഡ് വിത്ത് മോട്ടിവേഷൻ. ഒരുപാട് അനിമൽസിൽ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായി നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ ഈ നീഡ്സും മോട്ടിവേഷനും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നാണ്. ഇൻ ഹ്യൂമൻ ബീങ്സ് ദ നീഡ് ആർ ബയോളജിക്കൽ ആസ് വെൽ ആസ് ഫിസിയോളജിക്കൽ. നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ആണ്, ആൻഡ് ഫിസിയോളജിക്കൽ നീഡ്സും ഉണ്ട്. സൈക്കോളജിക്കൽ നീഡ്സും ഉണ്ട് കേട്ടോ. സൈക്കോളജിക്കൽ നീഡ്സ്. ഹെൻറി മുറേ ഇൻവോൾവ്ഡ് എ നീഡ് തിയറി. അപ്പോ ഇതിന്റെയൊക്കെ ബേസിൽ ഹെൻറി മുറേ എന്ന് പറയുന്ന വ്യക്തി നീഡ് തിയറി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഹി സജസ്റ്റഡ് എ ലോങ് ലിസ്റ്റ് ഓഫ് വിച്ച് ഇൻക്ലൂഡ് സച്ച് നീഡ്സ്. നീഡ്സിനെ കുറിച്ചിട്ടൊരു ലോങ് ലിസ്റ്റ് തന്നെ ഹെൻറി മുറേ ഡീൽ ചെയ്യുന്നുണ്ട്. എന്തെല്ലാമാണ് ആ ലോങ് ലിസ്റ്റിൽ വരുന്നത് നോക്കാം. ദ നീഡ്സ് ഓഫ് അച്ചീവ്മെന്റ്സ്, നേട്ടം, എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ളത് അച്ചീവ്മെന്റ്സ്. നമ്മൾക്കായാലും ഇപ്പൊ നിങ്ങൾക്കായാലും ആ ഒരു ഇതുണ്ട്, നീഡുണ്ട് ഇല്ലേ? ഒരു ജോബ് ഏൺ ചെയ്യുക അല്ലെങ്കിൽ നേടിയെടുക്കുക എന്നുള്ളൊരു നീഡുണ്ട്. അക്വിസിഷൻ എന്ന് വെച്ചാൽ ഏറ്റെടുക്കൽ, അക്വയർ ചെയ്യുക, ഏറ്റെടുക്കുക. അഫിലിഗേഷൻ എന്ന് പറഞ്ഞാൽ അംഗീകാരപ്പെടുക, അംഗീകാരം നേടുക. നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നമ്മളെയൊക്കെ അഫിലിഗേറ്റ് ചെയ്യണം, അഫിലിഗേഷൻ അംഗീകരിക്കപ്പെടണം എന്ന ആഗ്രഹം എല്ലാ മനുഷ്യർക്കും, എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഉള്ള നീഡ്സ് ആണ് പറയുന്നത്. അഗ്രഷൻ എന്ന് പറഞ്ഞാൽ ആക്രമണമാണ്. അത് എല്ലാവർക്കും ഉണ്ടാവില്ല, ചില ഇൻഡിവിജ്വൽസിന് ഉണ്ടാവും. ഓട്ടോണമി എന്ന് വെച്ചാൽ സ്വയംഭരണാണ്, എല്ലാവരും എന്റെ കീഴിലാണ് വരുന്നത്, അങ്ങനെ ഒരു കൺട്രോൾ ഉള്ള ഒരു ടൈപ്പ് ഓഫ് നീഡാണ് ഓട്ടോണമി. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നിർമ്മാണമാണ്, കൺസ്ട്രക്റ്റീവ് നീഡ്. നമുക്ക് എന്തെങ്കിലും നിർമ്മാണം. അത് ഡിഫൻസ് എന്ന് വെച്ചാൽ പ്രതിരോധമുള്ള. ദെൻ ഡൊമിനൻസ് എന്ന് വെച്ചാൽ ആധിപത്യമാണ് വരുന്നത്. എക്സിബിഷൻ എന്ന് പറഞ്ഞാല് പ്രദർശനമാണ്, കാര്യം എക്സിബിറ്റ് ചെയ്യുക. പിന്നെ സുപ്പീരിറ്റി എന്ന് വെച്ചാൽ ശ്രേഷ്ഠ പദവി, അല്ലെങ്കിൽ ഒരാളെക്കാളും വലിയ ഒരു എന്താ പറയാ ശ്രേഷ്ഠത വരുന്ന, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെക്കാളൊക്കെ മുകളിലാണ് എന്നുള്ളൊരു തിങ്കിങ്, അതൊക്കെ മെന്റലി റിലേറ്റഡ് ആണ്. ആൻഡ് ലാസ്റ്റ് സെക്സ്. ഇത്രയും നീഡ്സ് ആണ് ആര് ഡീൽ ചെയ്യുന്നത്, ഹെൻറി മുറേ പറയുന്നത്. നീഡ്സ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അച്ചീവ്മെന്റ്, അക്വിസിഷൻ, അഫിലിഗേഷൻ, അഗ്രഷൻ, ഓട്ടോണമി, കൺസ്ട്രക്ഷൻ, ഡിഫൻസ്, ഡൊമിനൻസ്, എക്സിബിഷൻ, സുപ്പീരിറ്റി ആൻഡ് സെക്സ്. ഇത്രയും നീഡ്സ് ആണ് ആര് പറയുന്നത്, ഹെൻറി മുറേ ഒരു വ്യക്തിയുടെ നീഡ്സിൽ പറയുന്നത്. In the opinion of Murray, the need is hypothetical force that perform the duty of the organisms, organizing precision, intelligence and action of individual. ഒരു ഹൈപ്പോത്തിക്കൽ ഫോഴ്സ് ആണ് എന്ന് വെച്ചാൽ ഒരു സാങ്കല്പികമായിട്ടുള്ള ശക്തിയാണ് എന്ത് നീഡ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ ഇന്റലിജൻസ് ആവട്ടെ, കുറെ കാര്യങ്ങൾ പ്രിസിഷൻസ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ഒക്കെ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആവശ്യം വേണം. നമ്മൾക്ക്
ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് വേണമെന്ന് വിചാരിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട്. സോ നമ്മൾ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും, ജോലി ചെയ്യാൻ പോകുന്നു. ജോലി ചെയ്യാൻ പോകുന്നതിന് വേണ്ടിയിട്ടാണ്, മണിയാണ് നമ്മുടെ നീഡ്. അൺസാറ്റിസ്ഫൈഡ് നീഡ് വുഡ് അക്രോസ് ദ പേഴ്സൺ ടു വർക്ക് ദാറ്റ് വുഡ് ബി സസ്റ്റെയിൻഡ് സ്റ്റിൽ സാറ്റിസ്ഫാക്ഷൻ ഹാഡ് ബീൻ ഗെയിൻഡ്. അപ്പോ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡ്സ്, എനിക്കൊരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നവരെയും നമ്മൾ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ആ നീഡ് അച്ചീവ് ചെയ്യുന്ന അത്രയും നാൾ വരെ നമ്മൾ എന്ത് ചെയ്യും, എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും, ആ നീഡ് അച്ചീവ് ചെയ്യുന്നത് വരെ. ഓക്കെ, ഇതാണ് ഹെൻറി മുറെ പറയുന്നത്. ഹെൻറി മുറെ ലോങ് ലിസ്റ്റ് ഓഫ് നീഡ്സ് പറയുന്നുണ്ട്, നല്ല രീതിയിൽ അത് പഠിച്ചു വെക്കാം. പിന്നെ എബ്രഹാം മാസ്ലോ ആണ് നമ്മുടെ എന്താ പറയാ നീഡ്സ് ഇൻ ഹൈറാർക്കി ഓഫ് നീഡ്സ് ഡിറൈവ് ചെയ്ത വ്യക്തി. അദ്ദേഹം നമ്മുടെ ഈ നീഡ്സ്, എത്ര നീഡ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എബ്രഹാം മാസ്ലോയുടെ നീഡ്സ് എത്ര എന്നാണ് പറഞ്ഞത് ലാസ്റ്റ് ക്ലാസ്സിൽ? 5 നീഡ്സ്. ഏതൊക്കെയാണ്? Psychological need of security, ഒരാള് പറഞ്ഞു. ഓക്കെ, ആദ്ര. അപ്പൊ ഫിസിയോളജിക്കൽ നീഡ്, സെക്യൂരിറ്റി നീഡ്, ലവ് ആൻഡ് ബിലോങ്ങിനെസ് നീഡ്, എക്സ്ട്രീം നീഡ്സ്, ഫീൽ ഫോർ കോമ്പറ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം നീഡ്സ്. അറ്റ് ലാസ്റ്റ് ഏത് നീഡാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. എബ്രഹാം മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കി ഡിറൈവ് ചെയ്ത സമയത്ത് നമ്മുടെ നീഡ്സിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്താണ് ഡെഫിസിറ്റ് നീഡ് ആൻഡ് ഗ്രോത്ത് നീഡ്. എന്താണ് പറയുന്നത്? ഡെഫിസിറ്റ് നീഡ് ആൻഡ് ഗ്രോത്ത് നീഡ്. ഓക്കെ, ഇത് ഡെഫിസിറ്റ് നീഡ് ആണ്. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് ഗ്രോത്ത് നീഡ് ആണ് ട്ടോ. ഈ ഡെഫിസിറ്റ് നീഡിലാണ് എന്തൊക്കെ നീഡ്സ് വരുന്നത്? ഫിസിയോളജിക്കൽ നീഡ്സ്, അതേപോലെ ലവ് ആൻഡ് ബിലോങ്ങിനെസ് നീഡ്, എക്സ്ട്രീം നീഡ്സ്, സേഫ്റ്റി നീഡ്സ് ഒക്കെ വരുന്നത്. ഡെഫിസിറ്റ് നീഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന നീഡ്സ് ആണ് ഫിസിയോളജിക്കൽ നീഡ്സ് and safety needs, belongingness need and extreme needs. Nokam, the deficit needs consist of the physiological requirements such as hunger and thirst. Once these needs are fulfilled, നമ്മൾ ഈ ഒരു നീഡ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ a person tries safety needs. അപ്പൊ ഫിസിയോളജിക്കൽ നീഡ് ഞാൻ സാറ്റിസ്ഫൈ ചെയ്തു, വിശപ്പും ദാഹവും അല്ലെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്? സേഫ്റ്റി നീഡിലേക്കാണ് മൂവ് ആവുന്നത്. ദെൻ അടുത്ത നീഡാണ് ബിലോങ്ങിനെസ് നീഡ് ആൻഡ് എക്സ്ട്രീം നീഡ്. ലവ് ആൻഡ് ബിലോങ്ങിനെസ് നീഡ്, അറ്റ് ലാസ്റ്റ് എക്സ്ട്രീം നീഡ്. നമ്മൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ്? ഡെഫിസിറ്റ് നീഡിൽ വരുന്നതാണ് ഏത്? ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, belongingness and safety and belongingness, sorry, safety needs, belongingness need and extreme needs. ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഡെഫിസിറ്റ് നീഡിൽ വരുന്നതാണ് ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ബിലോങ്ങിനെസ് നീഡ് ആൻഡ് എക്സ്ട്രീം നീഡ്സ്. അണ്ടർ ഗ്രോത്ത് നീഡിൽ ആകെ ഒരു നീഡേ വരുന്നുള്ളൂ. എന്താണത്? അണ്ടർ ഗ്രോത്ത് നീഡ് there is only one need such as self actualization. ഗ്രോത്ത് നീഡിലേക്ക് വരുമ്പോൾ ആകെ ഒറ്റൊരു നീഡേ വരുന്നുള്ളൂ. അതെന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. നമ്മള് ഇപ്പൊ നിങ്ങളെ ഓരോരുത്തരും ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തോ ഒരു കാര്യം നമ്മള് ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്നുണ്ട്. ആ ഒരു നീഡിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈഡ് ആണ്, സേഫ്റ്റി നീഡ്സ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ സേഫ് ആയിട്ടുള്ള പ്ലേസ് ലീവ് ചെയ്യാനും അത്യാവശ്യം സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ലവ് ആൻഡ് ബിലോങ്ങിനെസ് ഉണ്ട്, എനിക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വ്യക്തികളുണ്ട്. എക്സ്ട്രീം നീഡ്സ് ഉണ്ട്, എനിക്കൊരു ജോബ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷനോട് കൂടി എനിക്ക് ആ ഒരു എക്സ്ട്രീം നീഡ് അച്ചീവ് ചെയ്യാൻ പറ്റി. എന്ന് വെച്ചാല് എനിക്ക് നമ്മള് ടീച്ചറാന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ടീച്ചർ ആണെന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മള് മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പൊ എന്റെ ഒരു സെൽഫ് എക്സ്ട്രീം നീഡും അത് ഈ ഒരു പ്രൊഫഷനോട് കൂടി തന്നെ അച്ചീവ് ചെയ്തു. ഇനി ലാസ്റ്റ് നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഞാൻ ഒരു ചെറുപ്പത്തിൽ കണ്ടൊരു സ്വപ്നമുണ്ട്, ആ ഒരു സ്വപ്നം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു നീഡിനെയാണ് എന്ത് പറയുന്നത്? ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ എപ്പോഴാണ് ഒരു സെൽഫ് എന്റെ ആ ഒരു ആഗ്രഹം സാധിക്കുമ്പോഴായിരിക്കും ഞാൻ ആ ഒരു എന്താ പറയാ
ഫുൾ ആയിട്ട് ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ കിട്ടുന്നത്, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എഫേർട്ട് എടുത്തുകൊണ്ടേയിരിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ എഫേർട്ട് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതാണ് ആ നീഡ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. മേ ബി നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത് മേ ബി ആ ഒരു എക്സാം കഴിഞ്ഞ് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദിവസമായിരിക്കും നിങ്ങൾ ആ ഒരു അംബീഷൻ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓർ വേറൊരു രീതി പറയുകയാണെങ്കിൽ നമ്മളൊരു ക്ലാസ്സിൽ ചെന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ആ ഒരു നിമിഷമായിരിക്കും നമുക്ക് ആ സെൽഫ് ആക്ച്വലൈസേഷൻ അച്ചീവ് ചെയ്യുന്നത്. മേ ബി ഓരോ ഇൻഡിവിജ്വൽസിനനുസരിച്ചും അവരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ ഡിഫറെന്റ് ആയിരിക്കും. എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞോ? മനസ്സിലായോ? നോ മാം, ലാസ്റ്റ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോ അതെന്തെന്ന് മനസ്സിലായിട്ടേ ഈ ക്ലാസ്സിൽ ചോദിക്കണം എന്ന് വിചാരിച്ചത് മാം. അതൊന്നും കൂടെ പറയാമോ? ഓക്കെ, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മൾ തന്നെ സെൽഫായിട്ട് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നവരെ നമ്മൾ ആ ഒരു നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രയത്നിക്കും, എന്നുവെച്ചാൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ട്രൈ ടു അച്ചീവ് ദാറ്റ്. നമ്മുടെ എയിം, നമ്മുടെ ലക്ഷ്യം എന്താണ് അത് അച്ചീവ് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ട് ആ ഒരു നീഡിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത് ആ സെൽഫ് ആക്ച്വലൈസേഷൻ മൊമെന്റിലായിരിക്കും. ഇപ്പോഴും മനസ്സിലായില്ല? മീൻസ് നമുക്ക് വേണമായ കാര്യം ഞാൻ തന്നെ ചെയ്തപ്പോ ആണ് ആ സാറ്റിസ്ഫാക്ഷൻ, അതിനെ റെഫർ ചെയ്യുന്നത് മാം. ഇപ്പൊ എയിം ഉണ്ടാന്ന്, എയിമിനെ ഫുൾഫിൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ ആ ഒരു എയിമിലേക്ക് നമ്മൾ എത്തുന്ന ആ ഒരു നിമിഷമാണ് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉണ്ടാവില്ലേ ഓരോ എയിം? മാം, ഈ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ബേബിയെ കാണുമ്പോ ആ ഒരു സന്തോഷം, അങ്ങനെ അതാണോ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ല? നമ്മള് പ്രഗ്നൻസി ടൈമില് ബേബിയെ ഇങ്ങനെ വെയിറ്റ് ചെയ്യില്ലേ, ബേബിയെ കൈ കിട്ടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമില്ലേ, ആ ഒരു ടൈമിനെയാണോ ഉദ്ദേശിക്കുന്നത്? ബിലോങ്നെസ് നീഡിൽ വരൂലേ? ആ നീഡ് എന്ന് പറഞ്ഞാൽ ലവ് ആൻഡ് ബിലോങ്നെസ് നീഡിൽ വരുന്നതാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വ്യക്തി, ഒരു ഇൻഡിവിജ്വലിന് എടുക്കുക. ഇപ്പൊ മോന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാല് മേ ബി എന്താ പറയാ, എനിക്ക് അറിഞ്ഞൂടാ, മേ ബി നമ്മളൊരു കാര്യം നമ്മളെ കൊണ്ട് പറ്റില്ല എന്നെല്ലാവരും നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു കാര്യം നേടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഡ്രൈവിംഗ് പഠിക്കാൻ പേടിയായിട്ടിരുന്നിട്ട് ഡ്രൈവിംഗ് പഠിച്ചെടുക്കുന്ന ആ ഒരു പറയാവോ? മേ ബി അതേപോലെ. ഗ്രാജുവേഷനും പറയാലോ മാം. ഗ്രാജുവേഷൻ പറയാം. നിങ്ങൾക്ക് ഗ്രാജുവേഷൻ സെറിമണി കണ്ടക്ട് ചെയ്യില്ലേ? അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ എന്തായിട്ട് മാറാണ്? ടീച്ചേഴ്സ് ആയിട്ട് മാറാണ്. ഒരു മിക്ക കുട്ടികളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടീച്ചർ ആവാന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ മൊമെന്റ് ആണ്. അതേപോലെ തന്നെ മേ ബി ചില കുട്ടികൾക്ക് ആ സമയത്ത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് പഠിപ്പിക്കുകയാണ്. നമ്മൾ ആ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികൾ, അവർ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നു, നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, മേ ബി അതായിരിക്കാം ആ സെൽഫ് ആക്ച്വലൈസേഷൻ മൂവ്മെന്റ്. അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്നത്. ഒത്തിരി സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്ത് ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ അത് വിചാരിക്കില്ല, ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് അവർ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ഓരോ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഓരോ വ്യക്തിക്കും അവരുടേതായ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന ആ ഒരു പോയിന്റിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. മാം, ഓരോ വ്യക്തികൾക്ക് ഓരോ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ നേടി എടുത്തു കഴിയുമ്പോഴായിരിക്കും അതൊരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിൽ വരുന്നത്. അതായിരിക്കും. സത്യം, അത് തന്നെയാണ്. എനിക്കുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ള ഒരു സ്വപ്നമുണ്ട്. ചെറുപ്പം എന്ന് പറയുമ്പോൾ ഒരു 10ാം ക്ലാസ് മുതൽ ഇന്ന് വരെ ഞാൻ കാണുന്ന ഒരു സ്വപ്നമാണത്. അപ്പോ ആ ഒരു സ്വപ്നം നേടിയെടുക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഞാൻ ജസ്റ്റ് എന്താ പറയാ, ഇപ്പൊ ട്രൈ ചെയ്യും, ഞാൻ അതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, നല്ല രീതിയിൽ എഫേർട്ട് എടുക്കും, അത് ട്രൈ ചെയ്യും, ആ ലക്ഷ്യത്തിന്റെ തൊട്ടടുത്തെത്തും. പെട്ടെന്നായിരിക്കും അത് ലക്ഷ്യത്തിന്റെ കയ്യിൽ നിന്ന് തട്ടി പോകുന്നത്. ജസ്റ്റ് നിസ്സാരം നമ്പേഴ്സ് ഓഫ് മാർക്കിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എന്റെ ഒരു എന്താ പറയാ, ഒരു എയിം തന്നെ. അപ്പൊ ആ ഒരു എയിമിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, പ്രയത്നിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ എയിം എത്തേണ്ടത് ആ ഒരു മൂവ്മെന്റ് ആണ് എന്നെ സംബന്ധിച്ചത് എന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ പറയാറുണ്ട്.
അല്ലടാ, അത് നമ്മൾ അത് അച്ചീവ് ചെയ്തിട്ട് വേണം പറയാൻ. നമ്മുടെ ലക്ഷ്യങ്ങൾ ആരോടും പറയാൻ പാടില്ല, നമ്മൾ രഹസ്യമായിട്ട് സൂക്ഷിക്കണം. ഓക്കെ, ലക്ഷ്യം ഉണ്ടെന്ന് മാത്രം നമ്മൾ പറയാം, പക്ഷെ ലക്ഷ്യങ്ങൾ ആരോടും പറയരുത്. നിങ്ങളും അങ്ങനെ തന്നെയാണ്. ഓക്കെ, മേ ബി PSC ടെസ്റ്റ് എഴുതി ജോലി കിട്ടുന്ന പോലെയാണ്. മേ ബി അത് ഓരോരുത്തരുടെ അനുസരിച്ചിരിക്കും കേട്ടോ, ഡിഫറെന്റ് ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ എയിം ആണല്ലോ. ഞാനത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കുറെ കാലങ്ങളായിട്ട്. അപ്പം നിങ്ങളും നിങ്ങളുടെ എയിം എന്താണെന്ന് കണ്ടെത്തുക, ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നോക്കുക. നമ്മളുടെ ഓരോരുത്തരുടെയും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അല്ലെ. അത് എക്സ്ട്രീം നീഡിലേക്കൊക്കെ വരും. നമ്മള് എന്താ പറയാ, ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്പെഷ്യൽ റെസ്പെക്ട് നമുക്ക് കിട്ടും സൊസൈറ്റിയിൽ നിന്ന്. നമുക്ക് ആ ഫീലിംഗ്, ഞാൻ ടീച്ചർ ആണ്, ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊരു ഫീൽ ഓഫ് റെസ്പെക്ട് ആണ്. ടീച്ചറാണോ മറ്റേതൊരു പ്രൊഫഷൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു റെസ്പെക്ട് ഉണ്ട്. അത് ഏത് ക്ലാസ്സിലെ ടീച്ചറാണെന്നോ, LKG സെഷനിലെ ടീച്ചറാണെന്നോ, ഒരു എന്താ പറയാ PGയോ ഡിഗ്രിയോ അല്ലെങ്കിൽ വലിയ ക്ലാസ്സുകളെ ടീച്ചറാണെന്നോ ഡിഫറൻസ് ഇല്ല. ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിക്ക് ആ ടീച്ചറിനോട് ഒരു പ്രത്യേക റെസ്പെക്ട് ഉണ്ട്. നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഫീൽ ചെയ്യും. ഈ ഒരു കോഴ്സ് കഴിഞ്ഞ ഒരു ടീച്ചറായിട്ട് സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യും. ഓക്കെ, ആ ഒരു നീഡിനെയാണ് സെൽഫ് എക്സ്റ്റീം നീഡ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. Maslow, as a humanist, believed in individual difference and the degree of humanism. The order of the needs begin from the basic survival to higher order needs. ശരിക്കും പറഞ്ഞാലേ നമ്മളുടെ നീഡ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ ഓർഡർ. മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കിയുടെ ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാൽ ബേസിക് നീഡ്സിൽ നിന്ന് ടോപ്പിലേക്കാണ് പോകുന്നത്, താഴത്തു നിന്നാണ് മുകളിലേക്ക് ആ ഓർഡർ പോകുന്നത്. ഫസ്റ്റ് നീഡ് അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാവോ? ഫിസിയോളജിക്കൽ നീഡാണ് ഒന്നാമത്തെ നീഡ്. മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കിയിൽ ഫസ്റ്റ് നീഡ് ഏതാണ്? ഫിസിയോളജിക്കൽ നീഡാണ്. ഈ മാർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഓർഡറിലാക്കാനായിട്ട് നമുക്ക് പറയും. എന്ന് വെച്ചാൽ ഡിഫറെന്റ് ആയിട്ട് കൊടുക്കും. ഇപ്പോ എന്ന് വെച്ചാല് ചേഞ്ച് ചെയ്ത് കൊടുക്കും, ഓർഡർ തെറ്റിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മളോട് എന്ത് പറയും? മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കി ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പറയും. അപ്പൊ ആദ്യത്തെ നീഡ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിയോളജിക്കൽ നീഡാണ്. രണ്ടാമത്തെ നീഡ് എന്ന് പറയുന്നത് സേഫ്റ്റി നീഡാണ്. മൂന്നാമത്തെ നീഡാണ് ഏത്? ലവ് ആൻഡ് ബിലോങ്ങിനെസ് നീഡ്. നാലാമത്തെ നീഡ് എക്സ്റ്റീം നീഡ്. ആൻഡ് അഞ്ചാമത്തെ നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഈ ഓർഡർ മനസ്സിലായോ? 1 2 3 4 5 എന്നുള്ള ഓർഡർ മനസ്സിലായോ? ഈ ഓർഡർ അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കും. ഓരോ നീഡ്സിന്റെയും ഓർഡർ മാർക്ക് ചെയ്യാം. 1 2 3 4 എന്ന് 5 എന്ന് അറേഞ്ച് ചെയ്തിടാട്ടെ. എന്തായാലും എക്സാമിന്, ഏതൊരു എക്സാം ആയാലും, ഇപ്പൊ മോഡൽ എക്സാം ആവട്ടെ, മെയിൻ എക്സാം ആവട്ടെ, ഏത് എക്സാമിനായാലും ആ ഓർഡർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും കാണാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓർഡർ പഠിച്ചിരിക്കുന്നത്. താഴത്തു നിന്നാണ് ആ ഓർഡർ പോകുന്നത്. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, ലവ് ആൻഡ് ബിലോങ്ങിനെസ് നീഡ്, എക്സ്റ്റീം നീഡ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അങ്ങനെ 1 2 3 4 5 എന്ന് പറഞ്ഞ 5 നീഡ്സ് ആണ് എബ്രഹാം മാസ്ലോ നീഡ്സിനെ കുറിച്ചിട്ട് എന്താ പറയാ ഹൈറാർക്കി ഓഫ് നീഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിപ്പോ ഞമ്മ നമുക്ക് ഫിസിക്കൽ പിന്നെ സേഫ്റ്റി അങ്ങനെ ഏതാണ്ടതല്ല മാം, ഡയഗ്രാം ആയിട്ട് നമുക്ക് ഡൗൺ ടു അപ്പ് അല്ലേ? അതെ, അതില് ഫസ്റ്റ് അതിന് ഡൗൺ വേൾഡ് ഫസ്റ്റ് താഴ്ത്തുനിന്നാണ് നമ്പർ പോകുന്നത്. ഒരു സ്റ്റെപ്പ് കയറുന്ന പോലെയാണ് നമ്മൾ ഈ നീഡ്സിലേക്ക് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആണ്. ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ഉണ്ടാവാതെ മാം. ഇപ്പൊ ഹയർ സ്റ്റെപ്പ്, ഇപ്പൊ ഫിസിക്കൽ അങ്ങനെ ആദ്യം തന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഫിസിക്കൽ തന്നെ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടതല്ലോ? അതെ, ഫസ്റ്റ് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഫിസിയോളജിക്കൽ നീഡ്സ്, സെക്കൻഡ് സേഫ്റ്റി നീഡ്, തേർഡ് ലവ് ആൻഡ് ബിലോങ്ങിനെസ് നീഡ്, ദെൻ ഫോർത്ത് എക്സ്റ്റീം നീഡ്, ഫിഫ്ത്ത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓർഡർ തെറ്റ് ചെയ്ത് കേട്ടോ. എല്ലാവർക്കും അതിന്റെ ഓർഡർ മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ഓ, ഫിസിയോളജിക്കൽ നീഡ് ഈസ് ഇന്നവിറ്റബിൾ ഫോർ സർവൈവൽ. നമ്മുടെ സർവൈവലിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ത്? ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത്. When these needs are not fulfilled for long time, other needs will return to the background. നമുക്ക് ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബാക്കി നമുക്ക് ഉള്ള നീഡ്സുകൾ എന്ത് ചെയ്യും? അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഇരിക്കും. ബാക്കിയൊന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഒരു നീഡ് അച്ചീവ് ചെയ്താലാണ് നെക്സ്റ്റ് നീഡിലേക്ക് നമ്മൾ മൂവ് ആകുള്ളൂ. Maslow made the difference between the need deprivation and need gratification.
ഓക്കെ, മാസ്കോ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നത് നീഡ് ഡിപ്രിവേഷനെ കുറിച്ചും ഗ്രാറ്റിഫിക്കേഷനെ കുറിച്ചും നമ്മൾ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. when a boy or girl is devoid of food, he or she will motivated to do something to become dominant. ഓക്കെ, നമ്മൾ പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ്. ഒരു ആൺകുട്ടി ആവട്ടെ പെൺകുട്ടി ആവട്ടെ, അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നില്ല, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കും. നമ്മൾ കുറച്ച് എന്താ പറയാ ഭക്ഷണം കൊടുക്കുന്നില്ല. അപ്പൊ അവര് എന്ത് ചെയ്യും? അവരോട് നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം തരാം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികൾ മോട്ടിവേറ്റഡ് ആവും. അവർക്ക് ഫുഡാണ് മെയിൻ ആയിട്ട് വേണ്ടത്. വിശപ്പ് നമുക്കറിയാം, ഏറ്റവും മനുഷ്യരിലെ ഏറ്റവും എന്താ പറയാ ഒരു ഏറ്റവും വലിയ ഇമോഷൻ ആണ് എന്ത് ഹങ്കർ, അല്ലെങ്കിൽ ഒരു നീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശപ്പാണ്. അപ്പൊ അത് നമുക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഫുഡ് തരാം എന്ന് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് വരും. നമ്മൾ മോട്ടിവേറ്റഡ് ആവും, ആ ഒരു പ്രവൃത്തി ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് വരും. ഓക്കെ, ആസ് എ ചിൽഡ്രൻ ഡു നോട്ട് നോ ദ മെത്തേഡ് ഹൗ ടു പ്രൊട്ടക്ട് ദംസെൽസ്. നമുക്കറിയാം കുട്ടികൾക്ക് അവർക്ക് എങ്ങനെയാണ് സ്വയമേ പ്രൊട്ടക്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. സോ നമ്മളാണ് അവരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആരാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? നമ്മൾ ഓരോരുത്തരാണ്. നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ അമ്മമാരും അച്ഛന്മാരും പാരന്റ്സ് മാത്രമല്ല, ടീച്ചേഴ്സ് മാത്രമല്ല, സൊസൈറ്റിയിലുള്ള എല്ലാവരും ഈ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്താണ് ഉത്തരവാദിത്വം ഉള്ളവരാണ്. എന്ന് വെച്ചാല് നമ്മുടെ ടീച്ചേഴ്സിന് കുറച്ചുകൂടി കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ള സൊസൈറ്റി ആണോ? എല്ലാവരും ജീവിക്കുന്ന സൊസൈറ്റി സേഫ് ആണോ? അല്ല. എന്റെ അഭിപ്രായം എനിക്കും പേടിയാണ്. കാരണം വീട്ടിലും എനിക്കും ഒരു പെൺകുട്ടിയാണ് വളർന്നു വരുന്നത്. പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള ഡിഫറൻസ് ഒന്നും ഇല്ല. പക്ഷെ എന്താണ് നമ്മുടെ സൊസൈറ്റി, നമ്മൾ ഇന്ന് കാണുന്ന സൊസൈറ്റി എന്ന് പറയുന്നത് അത്ര സേഫ് ആയിട്ടുള്ള സൊസൈറ്റി അല്ല. നമ്മളുടെയൊക്കെ ചെറുപ്പത്തില് ഒത്തിരി കുട്ടികൾ ഉണ്ടാവുമായിരിക്കും അല്ലെ? ഒത്തിരി കുട്ടികൾ ഉണ്ടെങ്കിലും നമ്മളുടെയൊക്കെ പാരന്റ്സ് അത്ര കെയറും കാര്യങ്ങളും ഒന്നും കൊടുത്തിരുന്നില്ല. കാരണം ഇപ്പൊ നമ്മൾ കുറച്ചു നേരം ഒന്ന് വൈകി കഴിഞ്ഞാൽ വീട്ടിലപ്പം ന്യൂസ് എത്തും അല്ലെ? വീട്ടില് കുട്ടി വൈകിയാണ് എത്തിയെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ എന്താണ് ഞാൻ എങ്ങാനും പോവാണെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. നമ്മളെ കൂട്ടുകാരത്തിമാരുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്തിട്ടുണ്ടാവും, അവരുടെ അമ്മ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. എല്ലാവർക്കും സ്റ്റെക്ക് ആയി പോയോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും സ്റ്റക്ക് ആയാലോ? ഞാൻ എനക്ക് മാത്രം വിചാരിച്ചു. എനിക്ക് മാത്രം വിചാരിച്ചോണ്ടിരിക്കോ? നമുക്ക് ഈ എക്സാമിന് നമുക്ക് ഓരോ ചാപ്റ്റർ ഓക്കെ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എനിക്ക് എന്തോ പറ്റിയ പോലെ തോന്നി, സ്റ്റക്കായിട്ടിരിക്കായിരുന്നു കുറച്ചേരത്തേക്ക്. ഓക്കെ, എക്സാമിനെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ നമുക്ക് ഈ പോർഷൻ തീർന്നിട്ട് പറയാം കേട്ടോ. ഇത്തിരി പോർഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ എന്താണ് സേഫ് അല്ല. സൊസൈറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത്ര സേഫ് അല്ല. കുട്ടികൾക്ക് സ്വയമേ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവർക്ക് ആ ഒരു ഏജിൽ പറ്റില്ല. സോ നമ്മളുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ് അവരെ പ്രോപ്പർലി പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പാരന്റ്സും അതേപോലെ തന്നെ ടീച്ചേഴ്സും അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണ്, ഒരു എമർജൻസി സിറ്റുവേഷനിൽ അവരെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്, അങ്ങനത്തെ വൈറ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പാരന്റ്സും ടീച്ചേഴ്സും കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. എന്താണ് സേഫ്, എന്താണ് അൺസേഫ്, ബാഡ് ടച്ച്, ഗുഡ് ടച്ച്, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ദെൻ ഇത് ഡീൽ ചെയ്യുന്നത് കുട്ടികളുടെ സേഫ്റ്റി നീഡ്സിനെയാണ്. ദെൻ മൂന്നാമത്തെ നീഡാണ് ലവ് ആൻഡ് ബിലോങ്ങിനെസ് നീഡ്. നമ്മള് ലവ് ആൻഡ് ബിലോങ്ങിനെസ് നീഡ് നമ്മൾ വിചാരിക്കും അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
പക്ഷെ ഈ ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സോഷ്യൽ ഡെവലപ്മെന്റ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സൊസൈറ്റിയുടെ ഫോർമേഷൻ തന്നെ എന്താണ് ഈ ലവ് ആൻഡ് ബിലോങ്നെസ് എന്നാണ് അല്ലെ. അപ്പോൾ ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ് ഇസ് ബേസ്ഡ് ഓൺ ദ സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു നീഡാണ് ലവ് ആൻഡ് ബിലോങ്നെസ്. ചിൽഡ്രൻസ് ഹു ഹാവ് ഫോർ ലവ് ആൻഡ് അഫെക്ഷൻ എമർജ് ഡ്യൂറിംഗ് ഇൻഫൻസി when affectionate relationship are established and they become the powerful force of motivation. നമ്മൾ കുട്ടിക്കാലത്താണ് ഈ ഒരു എന്താ ഈ ലവ് ആൻഡ് അഫെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മൾ കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ വേണം. നമ്മള് എന്താ പറയാ കുട്ടികളോട് ഇഷ്ടവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ച് തന്നെ നമ്മൾ കുട്ടികളെ വളർത്തണം. കാരണം കുട്ടികൾ എന്ന് പറയുന്നത് നമ്മളുടെ കൂടെ കുറച്ച് സമയം മാത്രമേ അവരുണ്ടാവുള്ളൂ. ഇപ്പൊ 4 years വരെ ഫുൾ ടൈം പാരന്റ്സിനൊപ്പം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈവനിങ് മാത്രമാവും നമ്മൾ കുട്ടികളോട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. കുറച്ചും കൂടെ അവർ വലുതായി കഴിഞ്ഞാൽ വീക്കെൻഡിൽ മാത്രമായിരിക്കും നമ്മൾ അവരോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പിന്നീട് മേ ബി അവര് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഹോസ്റ്റലോ മറ്റെവിടെയെങ്കിലും പോവാണെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് ഒരുപാട് അകന്ന് പോവാണ്. സോ നമുക്ക് കൂടുതലായിട്ട് അവരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്ന സമയം എപ്പോഴാണ്? ഇൻഫൻസി അല്ലെങ്കിൽ കുട്ടിയുടെ ചൈൽഡ്ഹുഡിലാണ്. സോ നമ്മൾ ആ സമയത്ത് കുട്ടികളോട് സ്നേഹത്തോട് തന്നെ നല്ല രീതിയിൽ പെരുമാറണം. കാരണം അവർക്ക് നമ്മൾ ഫീൽ ആവണം. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തൊരു സപ്പോർട്ടിനും അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ പാരന്റ്സ് കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ഇനി ഒരു കുട്ടിക്ക് ലവും എന്താ പറയാ ലവും അതേപോലെ അഫെക്ഷനും ഒന്നും കിട്ടാതെ വരാണെങ്കിൽ ആ കുട്ടി അഡ്ജസ്റ്റ് ആവും. ആ കുട്ടിക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സൊസൈറ്റി ആയിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഒരു പ്രശ്നമായിട്ട് മാറും. Child who have been devoid of love frequently develop symptom of maladjustment. ഒരു കുട്ടിക്ക് സ്നേഹം കിട്ടാതെ വളർന്നു വരുന്ന കുട്ടിയാണ്. സിംഗിൾ പാരന്റ് ആവാം, പാരന്റ്സ് വർക്കിംഗ് ആയിരിക്കാം, പാരന്റ്സ് അബ്രോഡിലാവാം. ഇങ്ങനത്തെ കുട്ടികളാണെങ്കിൽ അവരിൽ കാണുന്ന ഒരു സിംറ്റം ആണ് മാലഡ്ജസ്റ്റ്മെന്റ്. അവർക്ക് മറ്റു കാര്യങ്ങളായിട്ട് അഡ്ജസ്റ്റ് ആവാൻ പറ്റില്ല. The need for love and affection emerge during infancy. ഇൻഫൻസി മുതൽ ഈ ഒരു ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറയുന്ന കാര്യം എമർജ് ചെയ്യുന്നുണ്ട്. The need for love, okay. When affectionate relationship are established, affectionate relationship ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ ലൈഫിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു അഫectionate റിലേഷൻഷിപ്പ് ആണ്. ഇപ്പൊ അച്ഛനും മോളും തമ്മിലുള്ള ഒരു ബോണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഈ അച്ഛനും മോളും തമ്മിൽ പെൺകുട്ടിയും തമ്മിലുള്ള എന്താ പറയാ പെൺകുട്ടിയും തമ്മിലുള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛനും മകളും തമ്മിലുള്ള ബോണ്ട് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരു കുട്ടിയുടെ ലൈഫില് ഒരു നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു അച്ഛനുണ്ടെങ്കിൽ അതൊരു വളരെ ഇൻഫ്ലുവൻസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ആ കുട്ടിനെ സംബന്ധിച്ച്. അവർക്ക് നല്ല സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും. അവർക്ക് ഏതൊരു പ്രശ്നവും മുന്നിട്ട് നിന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. കാരണം അവർക്ക് ധൈര്യമുണ്ട്. അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരുടെ അടുത്ത് പോയാൽ മതി, അവരുടെ അച്ഛൻ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് അവരുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ബോണ്ട് ഉള്ളതുകൊണ്ടാണ് അവർക്ക് ആ ഒരു കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. A teacher who is warm-hearted is always liked by students. സ്നേഹത്തോടെ പെരുമാറുന്ന ടീച്ചറിനെ ആയിരിക്കില്ലേ എല്ലാവർക്കും ഇഷ്ടം അല്ലെ. വടിയെടുത്ത് പിടിച്ചടിക്കുന്നത് ടീച്ചറിന് ഇഷ്ടമല്ലല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സ്നേഹത്തോടെ പെരുമാറുന്ന ടീച്ചേഴ്സ് ആവണം. വഴക്ക് പറയാത്ത, വടി ഉപയോഗിക്കാത്ത, കമ്പയർ ചെയ്യാത്ത, ലവിങ് ആയിട്ടുള്ള കെയറിങ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിട്ട് മാറും. The formation of the society is based on belongingness and love need. നമ്മുടെ സൊസൈറ്റിയുടെ ഫോർമേഷൻ തന്നെ ഏത് നീഡിലാണ് വരുന്നത്? ബിലോങ്നെസ് ആൻഡ് ലവ് നീഡിലാണ് സൊസൈറ്റിയുടെ ഫോർമേഷൻ തന്നെ ബേസിക് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങള് നീഡ് കൺസെപ്റ്റ് മുതൽ ഈ പാരഗ്രാഫ് വരെ ഒന്ന് റീഡ് ചെയ്ത് നോക്കി എല്ലാവരും. നീഡ് കൺസെപ്റ്റ് മുതൽ ഈ ലാസ്റ്റ് പാരഗ്രാഫ്, ഫസ്റ്റ് പാരഗ്രാഫ് വരെ ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും വേഗം കേട്ടോ.
ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? ക്ലിയർ ആണല്ലോ? ഞാൻ കുറച്ച് സ്പീഡപ്പ് ആവാണ്, നെക്സ്റ്റ് പാരഗ്രാഫും കൂടി എടുക്കാനുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. The two types of esteem needs. Esteem needs നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സെൽഫ് എക്സ്റ്റീംസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സെൽഫ് റെസ്പെക്ട് ആൻഡ് സെൽഫ് റിഗാർഡ്. സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് ബഹുമാനാണ്. സെൽഫ് റിഗാർഡ് എന്ന് പറയുന്നത് എന്താണ് ആത്മാഭിമാനം. ഓക്കെ, റിലേഷൻ ടു സെൽഫ്, ഒരു വ്യക്തിയുടെ സെൽഫ് ആയിട്ട് റിലേറ്റഡ് ആണ്. ഈ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷൻ, ആ ജോബിലുള്ള റെപ്യൂട്ടേഷൻ, സ്റ്റാറ്റസ്, സക്സസ്, ഫ്രെയിം, ഇതെല്ലാമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി മേ ബി നീഡ്സിൽ റിലേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ് ആണ്. ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് എക്സ്റ്റീം നീഡ്സിൽ വരുന്നത്. ഇപ്പം ഒരു ടൈപ്പ് ഓഫ് നീഡുമാണിത്. മറ്റുള്ളവരെക്കാൾ സുപ്പീരിയർ ഞാനാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സുപ്പീരിയർ ആണ്. ഇപ്പൊ നമുക്ക് ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല, സെൽഫ് എക്സ്റ്റീം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ആക്ച്വൽ പേഴ്സണാലിറ്റിയിൽ നമ്മൾ ഡീവിയേറ്റഡ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ മൂവീസ് കാണാറുണ്ടോ? മലയാളം മൂവീസ്? ഓക്കെ, അതില് മൈ ബോസ് എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ട്? ഓക്കെ, അതില് ഒരു എന്താ പറയാ ജോബ് പൊസിഷന് വേണ്ടിയിട്ട് രണ്ടുപേര് തമ്മിൽ കോമ്പറ്റീറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പൊ അതില് ആദ്യം കാണിക്കുമ്പോ രണ്ടുപേരും ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. പക്ഷെ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം എന്തെല്ലാം കാണിക്കുന്നത്, ആ ഒരു ജോബിന്റെ ആ ഒരു സ്റ്റാറ്റസ്, ആ റെപ്യൂട്ടേഷൻ നേടിയെടുക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ചില വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ജോബില് അവരുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് മേ ബി എന്താ പറയാ ആ ഒരു രീതിയിലേക്ക് വരും. റെപ്യൂട്ടേഷൻ, സ്റ്റാറ്റസ്, സക്സസ് എല്ലാം റിലേറ്റഡ് ആണ്. ഈ എക്സ്റ്റീം നീഡ്സിൽ റിലേറ്റഡ് ആണ്. നമുക്ക് ആ നീഡ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ് വരും. മേ ബി ഞാൻ എക്സാമ്പിൾ പറയാം, റിയൽ ലൈഫ് എക്സ്പീരിയൻസ് പോലെ പറയാം. രണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നു, സെയിം എക്സ്പീരിയൻസും സെയിം ക്വാളിഫിക്കേഷൻ ഉള്ള രണ്ടുപേര്. പക്ഷെ അതിലൊരാളെയാണ് കമ്പനി എന്ത് ചെയ്തത്? പ്രൊമോഷൻ കൊടുത്തത് ഒരു വ്യക്തിക്കാണ്. പക്ഷെ രണ്ടാമത്തെ വ്യക്തിക്ക് പ്രൊമോഷൻ കൊടുത്തില്ല. സോ പ്രൊമോട്ടഡ് ആയിട്ടുള്ള വ്യക്തി മോട്ടിവേറ്റഡ് ആവും, അദ്ദേഹത്തിന് സെൽഫ് എക്സ്റ്റീം നീഡ് അച്ചീവ് ചെയ്യാൻ പറ്റി. പക്ഷെ പ്രൊമോട്ട് ചെയ്യാത്ത വ്യക്തിക്ക് അവിടെ എക്സ്റ്റീം നീഡ് അച്ചീവ് ചെയ്യാൻ പറ്റിയോ? ഇല്ല. അപ്പൊ അദ്ദേഹത്തിന് ആ വർക്കിനോടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, വർക്കിനോടുള്ള കമ്മിറ്റ്മെന്റ്സ് ഒക്കെ കുറയില്ലേ? ആ ഒരു പ്രശ്നമാണ് നമ്മളിവിടെ പറയുന്നത്. Two types of esteem needs are self-esteems like self-respect and self-regard, relation to self. Then there are the needs pertaining to respect from others such as മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്ട് കിട്ടുക എന്നുള്ളത് നമ്മൾ എല്ലാവരും എല്ലാ ഇൻഡിവിജ്വൽസും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഫ്രം others such as reputation, status, success, fame. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംഗീകാരപ്പെടുക, സ്റ്റാറ്റസ്, റെപ്യൂട്ടേഷൻ, ഇതെല്ലാം എന്തിൽ വരുന്നുണ്ട്? മറ്റൊരാളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു നീഡാണ്. The need for status and prestige is present in every individual. എല്ലാ വ്യക്തികളിലും ഈ ഒരു സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ് നീഡ് ഉണ്ട്. Another type of esteem need is feeling superior to another. മറ്റൊരു എക്സ്റ്റീം നീഡ് ആണ് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠൻ ഞാനാണ്, സുപ്പീരിയർ ഞാനാണെന്നുള്ള ഫീലിംഗ് എല്ലാവർക്കും ഉണ്ടെന്നല്ല, എന്നാൽ ആ ഒരു നീഡ് ഉണ്ട്. ഫെയിലിയർ ടു സാറ്റിസ്ഫൈ ദീസ് നീഡ്സ്, ഈ രണ്ട് നീഡ്സ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ക്യാൻ ജനറേറ്റ് പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ്. മേ ബി നമുക്ക് പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ് വരാനായിട്ട് കാരണമാകും. ദ ടീച്ചർ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ സ്റ്റുഡന്റ് ഓൾസോ. നമ്മുടെ ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം? എപ്പോഴും നല്ല എൻകറേജ്മെന്റ് ഉള്ള, അപ്രിസിയേഷൻ ഉള്ള ടീച്ചേഴ്സ് ആയിരിക്കും. ഒരു കുട്ടി ഒരു വർക്ക് ചെയ്തത് കൊണ്ടെന്ന് നമ്മൾ കാണിക്കുമ്പോൾ മേ ബി മിസ്റ്റേക്ക് ആവാം, കറക്റ്റ് ആവാം, നമ്മൾ അവരെ അപ്രിഷിയേറ്റ് ചെയ്യണം. അവർ അത്രയും നേരം ടൈം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പിക്ചറാന്ന് വിചാരിക്കും, ഒരു പിക്ചർ അത്രയും നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ വരച്ച് നമ്മൾക്ക് കൊണ്ട് കാണിക്കുമ്പോൾ അവർ നമ്മൾ എന്ത് ചെയ്യണം? അപ്രിസിയേറ്റ് ചെയ്യണം. ആ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ, ഗുഡ് ബോയ് ആണ് കേട്ടോ, ഇതേപോലെ ചെയ്യണോട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയണം. അല്ലാതെ അവര് നീ ചെയ്തത് ശരിയായില്ല, നീ അവനെ കണ്ടുപഠിക്കും, ഇവനെ കണ്ടുപഠിക്കും എന്ന് പറഞ്ഞ് കമ്പാരിസൺ ചെയ്യാൻ പാടില്ല. For them, education is a way of enhancing their family status. ചില ആൾക്കാരെ സംബന്ധിച്ച് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവർ ഫാമിലി സ്റ്റാറ്റസ് കൂട്ടുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. Must have believed that enough gratification of the esteem need lessen the dominant needing force in person's life.
എക്സ്ട്രീം നീഡാണ് ഏറ്റവും ഡൊമിനന്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. ഒരു വ്യക്തിയുടെ ഡൊമിനന്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്ട്രീം നീഡാണ്. ദിസ് മേക്ക് ഹിം ടു മൂവ് ദ ഡയറക്ഷൻ ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ. നമുക്ക് ഈ എക്സ്ട്രീം നീഡ് അച്ചീവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സെൽഫ് ആക്ച്വലൈസേഷൻ ഇസ് വെരി കോംപ്ലിക്കേറ്റഡ് നീഡ്. നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നീഡാണ്. നമുക്ക് സാധാരണ രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ആ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വ്യത്യസ്തമായിരിക്കും. ഇറ്റ് ഈസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് ദ നീഡ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് സെൽഫ് റിയലൈസേഷൻ. നമ്മളുടെ സെൽഫ് എക്സ്പ്രസ് ചെയ്യുക, സെൽഫ് റിയലൈസ് ചെയ്യുക, നമ്മൾ എന്താണ് എന്നുള്ളത് റിയലൈസ് ചെയ്യുക. ഇതാണ് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിൽ വരുന്നത്. It is moving towards perfection, which means fulfilling one individual nature in all its aspects. ഒരു വ്യക്തിനെ സംബന്ധിച്ച് അവന്റെ ഫുൾഫിൽമെന്റ് ആണ്, അവന്റെ ആ ഒരു ഫുൾഫിൽമെന്റിലേക്ക് എത്തുക എന്നുള്ളതാണ് സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് വരുന്നത്. Every individual is prone to think that there is something for which he is best suited. നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മൾ എന്തോ ഒരു കാര്യത്തിൽ ബെസ്റ്റ് ആണ്, നമ്മൾ എന്തോ ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നത് ബെസ്റ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള കാര്യം അച്ചീവ് ചെയ്യാനാണ് നമ്മൾ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. The need for self-actualization should be adjusted to the pupil's total environment. നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ടോട്ടൽ എൻവയോൺമെന്റിനെ, അദ്ദേഹത്തിന്റെ കപ്പാസിറ്റീസിനെ, അതിന്റെ ഓപ്പർച്യൂണിറ്റി ഫോർ സെൽഫ് എക്സ്പ്രഷൻ ഒക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. The price recognition in the area of school work makes the school world pleasant. The pupils show advancement in their skill. ഒരു കുട്ടി നല്ല രീതിയിൽ അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടാണ്, അവന് പ്രൈസ് കിട്ടുന്നുണ്ട്, അവന് റെക്കഗ്നൈസേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അവന് ആ ഒരു എന്താ പറയാ അവന്റെ ഡെവലപ്മെന്റ് ആണ് പറയുന്നത്, അച്ചീവ്മെന്റ്സ് ഒക്കെയാണ്. ഇത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിന് കാരണമാകുന്നു. ഒരു കുട്ടി നന്നായിട്ട് പാടുന്നുണ്ടെന്ന് വിചാരിക്കുക, അവര് നല്ല രീതിയിൽ പാട്ടൊക്കെ പാടുന്നുണ്ട്, ആ കുട്ടി നല്ല രീതിയിൽ പാട്ട് പാടി ഒരു എന്താ പറയുക റിയാലിറ്റി ഷോയില് ഫസ്റ്റ് വന്നു, വിന്നർ ആയെന്ന് വിചാരിക്കുക. സോ അവിടെ ആ കുട്ടിയുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ് അവിടെ അച്ചീവ് ചെയ്യുന്നത്, ഫസ്റ്റ് വന്നല്ലോ. ഓക്കെ, ഇനി നമ്മള് പറയുന്നത് ഡോക്ടർ രാധാകൃഷ്ണയുടെ കുറച്ച് വേർഡ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻ ദ വേർഡ്സ് ഓഫ് ഡോക്ടർ രാധാകൃഷ്ണ, ഫോർ തിങ്കിങ് ദ മൈൻഡ് ഈസ് ബ്ലോസം, ഫോർ ആർട്സ് സയൻസ് ടു ഫർണിഷ്. നമ്മള് ചിന്തിക്കുന്ന മനസ്സുകളാണ് ഒരു എന്താ പറയാ ബ്ലൂസം വെച്ചാല് പൂക്കള് വിരിയുന്ന ഒരു അവസ്ഥ പോലെയാണ് ആർട്സ് ആവട്ടെ സയൻസ് ആവട്ടെ. First necessary condition is well settled society provide security and leisure. നമ്മള് മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത് ഈ ഒരു നല്ല രീതിയിൽ എന്താണ്, നല്ല രീതിയിൽ പൂക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു സേഫ് ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടത്. അവർ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് എല്ലാവരും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യമാണ്, ഓവർ എക്സ്പെക്ടേഷൻ പാടില്ല. പാരന്റ്സിന്റെ ഭാഗത്തു നിന്നാവട്ടെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നാവട്ടെ നമ്മുടെ കുട്ടികളെ കുറിച്ച് ഓവർ എക്സ്പെക്ടേഷൻ നമ്മൾ വെക്കരുത്, ഹൈ എക്സ്പെക്ടേഷൻ വെക്കരുത്. കാരണം ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. മാർച്ച് ഫസ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കുട്ടി ആത്മഹത്യ ചെയ്തു. +2 പഠിക്കുന്ന ഒരു ആൺകുട്ടിയാണ്. അവന്റെ വീട്ടിൽ ആകെ ഒറ്റ മോനാണ്, ഭയങ്കര സ്നേഹത്തോടെ ഭയങ്കര കെയറിങ് ആയിട്ട് വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയാണ്. അപ്പൊ ഞാൻ അവരുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചു, ഫ്രണ്ട്സിനെ എനിക്ക് പരിചയമുണ്ട്, അപ്പം ചോദിച്ചു എന്താണ് അവൻ മരിക്കാൻ കാരണം ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അവൻ എക്സാം പേടിച്ചിട്ട്, ഇംഗ്ലീഷ് എക്സാമിനെ പേടിച്ചിട്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത് ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ, ഇംഗ്ലീഷിൽ അവന് മാർക്ക് കുറവായിരുന്നോ? ഇല്ല, അവന് 10th ഫുൾ A+ ആണ്, +1 ഫുൾ A+ ആണ്, +2 ഇംഗ്ലീഷ് ഇത്തിരി ടഫാണ്. സോ +2 അവന് A+ കിട്ടോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അവന്റെ വീട്ടിൽ നിന്നും ടീച്ചേഴ്സിന്റെ ഒക്കെ ഭാഗത്തു നിന്നുള്ള ഓവർ എക്സ്പെക്ടേഷൻ ആണ് അവന് ഫുൾ A+ ആയിരിക്കും, ഈ സ്കൂളിലെ ഫസ്റ്റ് ഫുൾ A+ അവനായിരിക്കും എന്നുള്ള ടീച്ചേഴ്സിന്റെ എക്സ്പെക്ടേഷനും വീട്ടില് പാരന്റ്സിന്റെ എക്സ്പെക്ടേഷനും പിന്നെ കൂടാണ്ട് റിലേറ്റീവ്സും എന്താ പറയാ നൈബേഴ്സും എല്ലാവരുടെയും ഓവർ എക്സ്പെക്ടേഷൻ ആയിരുന്നു അവന് ഫുൾ A+ കിട്ടണം. ആ സ്ട്രെസ് അവന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല, ആ ഒരു സ്ട്രെസ് എന്ത് ചെയ്യാൻ പറ്റില്ല, അവന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റിയില്ല. സോ അവൻ കണ്ടൊരു മാർഗം എന്താണ്, ആത്മഹത്യ ആയിരുന്നു അവൻ കണ്ടൊരു മാർഗം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ A+ഉം ഈ ഒരു മാർക്കൊക്കെ ഒരു ജീവനെ അത്രയും വാല്യൂ ഉള്ള ഒരു കാര്യമാണോ? എന്നെ സംബന്ധിച്ചാണെങ്കിൽ അല്ലാന്ന് തന്നെ ഞാൻ പറയും. കാരണം നമ്മുടെ ലൈഫാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ ബാക്കി എല്ലാ ഫോഴ്സും നമ്മുടെ ജീവിതത്തിലേക്ക് നയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലൈഫ് റൺ ചെയ്യാൻ വേണ്ടി ചുറ്റും വരുന്ന ഫാക്ടേഴ്സ് ആണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ലൈഫിനാണ്. എന്തുകൊണ്ടാണ് ആ കുട്ടി മരണം സംഭവിക്കാനുള്ള കാരണം? ഓവർ എക്സ്പെക്ടേഷൻ ആയിരുന്നു. അവന്റെ പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും ഓവർ എക്സ്പെക്ടേഷൻ കാരണമാണ് അവൻ ആ ഒരു കടുങ്കൈ ചെയ്യേണ്ടതായിട്ട് വന്നത്. ദെൻ നമ്മളൊരു കുട്ടി ഫെയിൽ ആയെന്ന് വിചാരിക്കുക,
ഫെയിൽ ആവുമ്പോ നമ്മൾ വഴക്ക് പറയണോ വേണ്ടത്? അല്ല, അവനോട് പറയണം, എടാ നീ ഒന്ന് പാസ്സാവ്, നീ ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മതി എന്ന് പറയാം. ഒരു 50 മാർക്കില് അവൻ ഫെയിൽ ആയി, ഫസ്റ്റ് ടൈമില് എക്സാം എഴുതിയപ്പോൾ ഫെയിൽ ആയി. എന്നിട്ട് അവനോട് പറയാം, എടാ ഒന്ന് പാസ്സാവും, ഒരു 20 മാർക്കെങ്കിലും വാങ്ങിക്കാൻ പറയാം. ഓവറായിട്ട് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്ത് ഒരു 20 മാർക്ക് നീ വാങ്ങിച്ചാൽ മതി, അത് ഓക്കെ ആണ്. അപ്പൊ 20 മാർക്ക് അവൻ വാങ്ങിച്ചു. സോ അവൻ അപ്രിഷിയേറ്റ് ചെയ്യുക, കാരണം അവൻ അതിനു വേണ്ടി 20 മാർക്ക് ഏൺ ചെയ്യാൻ വേണ്ടി അവൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവൻ അപ്രിഷിയേറ്റ് ചെയ്യാം, അവൻ നല്ല രീതിയിൽ അപ്രിസിയേഷൻ കൊടുക്കുക. then അവരോട് പറയാം ഒരു 25 വാങ്ങിക്കേ. സോ അവൻ വീണ്ടും വർക്ക് ചെയ്ത് അവൻ 25 വാങ്ങിച്ചു. സോ വീണ്ടും നമ്മൾ അവൻ എന്ത് ചെയ്യാം, അപ്രിസിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ടൈം അവരോട് പറയാം ഒരു 30 മാർക്ക് വാങ്ങിക്കും. അല്ലെ, ലെവല് കൂടുന്നുണ്ടോ? നമ്മൾ എപ്പോഴും ഹൈ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാതെ ലോയിൽ നിന്ന് ഹൈയിലേക്ക് ഫിക്സ് ചെയ്യണം. താഴത്ത് നിന്ന് മുകളിലേക്ക് എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കണം. Sometimes the high expectation of the parents and teachers provide stimulate to high performance. എന്ന് വെച്ചാല് എപ്പോഴും ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെയും ഭാഗത്തു നിന്നുള്ള ഈ ഒരു ഹൈ എക്സ്പെക്ടേഷൻ ആ കുട്ടികളിൽ ഭയങ്കര ഒരു സ്ട്രെസ്, ആ ഒരു ഫീലിംഗ് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ ഹൈ എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കരുത്. ഓക്കെ, നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ കുട്ടികളും നമ്മൾ ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്യണം. അവരോട് നല്ല സ്നേഹത്തോടെ നല്ല കെയറിംഗ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പെരുമാറണം. പിന്നെ നല്ല അപ്രിസിയേഷൻ ആയിരിക്കണം, എൻകറേജ്മെന്റ് കൊടുക്കണം. അവരൊരു ആക്ടിവിറ്റി ചെയ്യാണ്, ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണ വരെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് അവരെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇന്റർഫിയർ ചെയ്യുക. അല്ലാത്ത പക്ഷം നമ്മൾ സൂപ്പർവൈസ് മാത്രം ചെയ്യുക. ഇതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കി ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ഏതാണ്, മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കി ആണ്. ഓക്കെ, എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കുക ഈ ചാപ്റ്റർ. ഇതിന്റെ MCQ നെക്സ്റ്റ് ഡേയിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഡേ തന്നെ ക്ലാസ് റൂമിൽ ഇടും. ദെൻ എക്സാമിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്. ഓക്കെ, എക്സാം നമ്മള് ടൈം 1 എക്സാം ആണ് കണ്ടക്ട് ചെയ്യുന്നത്. മൊഡ്യൂൾ 1 പാർട്ട് 1ഉം പാർട്ട് 2ഉം കൂടെയാണ് ഒരുമിച്ച് എക്സാം വരുന്നത്. പാർട്ട് 1 എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആണ് അല്ലെ? പാർട്ട് 2 ഇന്നത്തോടെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ഒരു 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഈ 2 പാർട്ടിൽ നിന്നും ഒരു 40 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ. ഇപ്പൊ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 കമ്പയർ ചെയ്യുമ്പോൾ പാർട്ട് 2 ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് പാർട്ട് 2 പോർഷൻസ് ആണ്. ഓക്കെ, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് തുടങ്ങിയിട്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസ് വരെ നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, പാർട്ട് 2 ആണ് നമ്മുടെ ഈ 2 ടേം 1 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പാർട്ട് 2 ആണ്. സോ ഇതിൽ നിന്ന് എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് നല്ല രീതിയിൽ പഠിക്കാം. പിന്നെ ഇംഗ്ലീഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷിന് ചോദിക്കുന്നത്. 10 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ ഒരു പാർട്ടിന്റെ ഒപ്പം തന്നെ ആഡ് ആയിട്ട് വരും. നിങ്ങൾ അത് ആൻസർ ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. 100 മാർക്കിലാണ് എക്സാം വരുന്നത്. 50 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ആ തന്നിരിക്കുന്ന ലിമിറ്റഡ് ടൈമിനുള്ളിൽ തന്നെ ആൻസർ ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ എക്സാമിന്റെ സമയത്ത് ഫോൺ ഹാങ് ആവുക, റേഞ്ച് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയാ ഒരു സെക്കൻഡ് ഓപ്ഷനും കൂടി അവിടെ നോക്കണം. കാരണം ഹാങ് ആയി കഴിഞ്ഞാൽ ടൈം കഴിഞ്ഞാൽ വരുന്ന മാർക്ക് ഇവര് കൺസിഡർ ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ടൈമിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. എന്നാണ് എക്സാം ഡേറ്റ് വന്നോ നിങ്ങൾക്ക്? 15. നെക്സ്റ്റ് ആണോ? നെക്സ്റ്റ് ഫ്രൈഡേ എന്നാണിത്? ചൊവ്വാഴ്ച. ഓ, നെക്സ്റ്റ് വീക്ക് അല്ല, അത് കഴിഞ്ഞിട്ടുള്ള വീക്കാണ്. 15. ഓ, മാക്സിമം നമുക്ക് പറ്റുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഒരു റിവിഷൻ നോക്കാം. ഓക്കെ ആണോ? ഞാൻ എടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് റീഡ് ചെയ്ത് വരാം. ഓക്കെ മാം, ഇത് മെയിൻ എക്സാം ആണോ? മെയിൻ എക്സാം ആണോ ഇത്? അല്ല, ടേം എക്സാം ആണ്. മെയിൻ എക്സാം എല്ലാ മൊഡ്യൂളും കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോ ഓരോ പേപ്പർ വൈസ് ആയിരിക്കും എക്സാം വരുന്നത്. അത് പറയും. ഇത് ടേം എക്സാം ആണ്. പാർട്ട് 1ഉം 2ഉം മാത്രം ഒരുമിച്ച് നടത്തുന്ന ഒരു എക്സാം ആണ്. അപ്പൊ 10th നമുക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് റിവിഷൻ നോക്കാം കേട്ടോ. ഇത് വീഡിയോ ഓൺ ആക്കിയിട്ടാണ് ചെയ്യാ? നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യണം തോന്നുന്നുണ്ട്. അതേപോലെ ക്യാമറ ഓഫ് ഒന്നും ആക്കാൻ പാടില്ല, മ്യൂട്ട് ഓൺ ആക്കാൻ പാടില്ല. അവർക്ക് ഡൗട്ട് ഒന്നും തോന്നാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ വ്യക്തിനെയും ഓരോ സിസ്റ്റത്തിനോ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. ഫ്രോഡ് ഒന്നും കാണിക്കരുത്. പിന്നെന്താണ്, കറക്റ്റ് ടൈമിൽ തന്നെ ഫിൽ ചെയ്ത് സബ്മിറ്റ് കൊടുക്കാൻ നോക്കാം.
പിന്നെ മാം എല്ലാവർക്കും ഒന്നിച്ചിട്ട് തന്നെ ഉണ്ടാവും. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത്. എല്ലാവരുടെ വീഡിയോയും ഒരുമിച്ചായിരിക്കും ഓൺ ചെയ്യേണ്ടത്. ഓക്കേടാ. അപ്പൊ 10th നമുക്കൊന്ന് റിവിഷൻ നോക്കാം. ഞാൻ എടുത്തിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് റീഡ് ചെയ്തിട്ട് വരാം. അല്ല മോക്ക് ടെസ്റ്റ് ഒക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ട് വരാം കേട്ടോ. മാം 1 മണിക്കൂറാണോ എക്സാം അല്ലേ? ആ. 1 hour. ടൈം ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നണേ. എപ്പോഴാണ് ടൈം? 7:30 to 8:30. 7:30 to 8:30. ഓക്കെ. ആ ടൈമിൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ. പിന്നെ ഇംഗ്ലീഷിന്റെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോരമാണോ ഇംഗ്ലീഷിൽ ചാപ്റ്റേഴ്സ് എടുത്തിട്ടുള്ളത് അത്രയും ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് മാത്രമേ അതിൽ ഡീൽ ചെയ്യുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടോ, നിങ്ങളുടെ നമ്മുടെ ജോബ് സാർ എത്ര ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടോ അത്രയും ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഇതിൽ യൂണിറ്റ് 1 to 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ ആ ഒരു എക്സംഷൻ ഉണ്ട്. നിങ്ങൾക്ക് എടുത്ത ചാപ്റ്റേഴ്സിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ. ബാക്കി എല്ലാത്തിലും പാർട്ട് 1 ആൻഡ് പാർട്ട് 2 കംപ്ലീറ്റ് ആണ്. നിങ്ങൾ ഫുൾ ഇമ്പോർട്ടൻസ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 കൊടുക്കാം. ഓക്കെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് 2 ആണ്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി ആണ്. നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണോ അല്ലെ? ഫസ്റ്റ് പാർട്ട് ഭയങ്കര എളുപ്പമായിരുന്നു, സെക്കൻഡ് പാർട്ട് ഇത്തിരി ടഫാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഓക്കെ. ഇനി നമ്മൾ മൂവ് ആവുന്ന പാർട്ട് 3rd പാർട്ടാണ്. ഈ നമ്മുടെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് 4 പാർട്ടാണ്. സോ 4 പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇത്, നമ്മുടെ 3rd പാർട്ട്, മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്. അതിലേക്കാണ് നെക്സ്റ്റ്. ഇത് നമ്മുടെ അശ്വതി മാം പിന്നെ മിൽറോസ് മാം 4th പാർട്ട് എടുത്തുവല്ലോ. 4th പാർട്ട് അതിന്ന് വരില്ല ക്വസ്റ്റ്യൻസ്. അത് പോർഷൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് എടുത്താണ്. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് മൂവ് ആവാണ്. മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്നാണ് അടുത്ത പാർട്ട്. പാർട്ട് 3 പേര്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് വെച്ചാൽ സിംഗിൾ ചാപ്റ്റർ വൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് വീക്ക് നമുക്ക് റിവിഷൻ നോക്കാം കേട്ടോ. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ ഏതെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ അന്ന് പറയണോ കേട്ടോ. നീഡ്സിന്റെ കിട്ടിയിട്ടുണ്ടാവില്ല. ബാക്കി ഏതെങ്കിലും മോക്ക് ടെസ്റ്റ് കിട്ടാത്തുണ്ടെങ്കിൽ പറയണോ കേട്ടോ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ഞാനാണ് എടുത്തത് അല്ലല്ലോ? അല്ല. ഏതെങ്കിലും മോക്ക് ടെസ്റ്റ് മിസ്സിംഗ് ഉണ്ടെങ്കിൽ പറയണം, എന്നാലും നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. കിട്ടില്ല മാമിന്റെ ചാപ്റ്ററൊന്നും മോക്കത്ത് കിട്ടിയില്ല. ജിഷു ടീച്ചറിന്റെയോ? മാമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിസ് ഇടോ കേട്ടോ. മാമിന്റെ മാം എടുത്ത എല്ലാ ചാപ്റ്ററും ഒന്ന് മോക്ക് ടെസ്റ്റ് ഒന്നും കൂടെ ഇടും. വന്നിട്ടുണ്ടോ? അല്ല, ഒന്നും കൂടെ മാമിന് ഇടുമോ? ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് മാം എടുത്ത എല്ലാ ചാപ്റ്ററും. ഞാൻ കോമൺ ചൈൽഡ് ആൻഡ് ഡിസീസ് ഞാനല്ലേ എടുത്തത്. ഫസ്റ്റ് എയ്ഡ് ഞാനാണ് എടുത്തത് അല്ലേ? മാം എടുത്തത് ഒന്ന് കോമൺ ചൈൽഡ്ഹുഡ്, ഫസ്റ്റ് എയ്ഡ്, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, സോഷ്യൽ നീഡ്സ്. 5 ചാപ്റ്റേഴ്സ് ഞാൻ. ഓക്കെ അല്ലെ? 5 ചാപ്റ്റേഴ്സ്. 5 ചാപ്റ്റേഴ്സിന് ആയിരിക്കും എന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ ഈ 5 ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ റിവൈസ് ചെയ്തിട്ട് വരാം. മോക്ക് ടെസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കി ചെയ്തിട്ട് വരാം. ഓക്കെ. ഓക്കെ. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ആരുമില്ല സൈൻ ഔട്ട് പറയാൻ? ഓക്കെ. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.